വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മുടെ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ അധ്യായമായ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നേരിട്ട് മുൻകാല പരീക്ഷകളിൽ രണ്ടാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് 2018 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സ്റ്റേറ്റ് ദി അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഇഫ് എ ബിസിനസ് ചാർജസ് ഡിപ്രീസിയേഷൻ അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആൻഡ് ഇറ്റ് ഫോളോസ് ദി സെയിം മെത്തേഡ് ഇൻ ദി സബ്സിക്വൻറ്റ് ഇയർ. നമ്മളോടൊരു സാഹചര്യം പറഞ്ഞിട്ടുണ്ട്, ആ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സാഹചര്യം ഇങ്ങനെയാണ്: ഒരു ബിസിനസ് ഡിപ്രീസിയേഷൻ ഈടാക്കാൻ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അത് തുടർന്നുള്ള വർഷങ്ങളിലും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് തന്നെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഏത് കൺസെപ്റ്റിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? കൺസിസ്റ്റൻസി ആണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും 2018 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദി ഫോളോയിങ് ടേംസ് സ്റ്റാൻഡ്സ് ഫോർ? താഴെ കുറച്ച് ടേമുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫുൾ ഫോം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ഗ്യാപ്പ്, ഓപ്ഷൻ ബി IFRS, ഓപ്ഷൻ സി ICAI. അപ്പോൾ ഓപ്ഷൻ എ ഗ്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, അതിൻ്റെ ഫുൾ ഫോം നമുക്കറിയാം, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാണ്. IFRSൻ്റെ ഫുള്ള് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നാണ്. ICAIയുടെ ഫുള്ള് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ് വിച്ച് പ്രിൻസിപ്പിൾസ് ഓർ കൺസെപ്റ്റ്സ് ആർ ആപ്ലിക്കബിൾ ഇൻ ദി ഫോളോയിങ് കേസസ്? താഴെ കുറച്ച് കേസുകൾ, കുറച്ച് സിറ്റുവേഷനുകൾ, സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിളുകൾ അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. കിട്ടാക്കടത്തിന് ഒരു പ്രൊവിഷൻ ഉണ്ടാക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്, ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പോൾ ഓപ്ഷൻ എയുടെ ആൻസർ കൺസർവേറ്റിസം എന്നാണ്. ഓപ്ഷൻ ബി ക്യാപിറ്റൽ ബ്രോട്ട് ബൈ ദി ഓണർ ഈസ് ട്രീറ്റഡ് ആസ് എ ലാബിലിറ്റി. ബിസിനസ്സിലേക്ക് ബിസിനസ്മാൻ കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ ബാധ്യതയായിട്ടാണ് കണക്കാക്കൽ. അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബിയിൽ. അത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പോൾ ഓപ്ഷൻ ബിയുടെ ഉത്തരം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നാണ്. ഓപ്ഷൻ സി മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് ഇയർ ആഫ്റ്റർ ഇയർ. ഈ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്ന രീതി വർഷവും മാറുന്നില്ല, ഒരേ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പോൾ ഓപ്ഷൻ സിയുടെ ഉത്തരം കൺസിസ്റ്റൻസി എന്നാണ്. ഓപ്ഷൻ ഡി അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്റ്റ്. അക്കൗണ്ടിങ്ങിൽ പ്രധാനമുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലല്ല, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പോൾ ഓപ്ഷൻ ഡിയുടെ ഉത്തരം മെറ്റീരിയാലിറ്റി ആണ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 2020 മാർച്ച് പബ്ലിക് എക്സാമിന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എ ലാപ്ടോപ്പ് പർച്ചേസ്ഡ് ബൈ ദി ഓണർ ഓഫ് എ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് ദി ബിസിനസ് ബിക്കോസ് ഓഫ് ഡാഷ് കോൺസെപ്റ്റ്. ഒരു ബിസിനസ്സിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് മേടിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ 4 കൺസെപ്റ്റ് നമുക്ക് ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഓപ്ഷൻ ബി ബിസിനസ് എൻറ്റിറ്റി, ഓപ്ഷൻ സി ഡ്യുവൽ ആസ്പെക്റ്റ്, ഓപ്ഷൻ ഡി മാച്ചിങ് കൺസെപ്റ്റ്. നമുക്കറിയാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ബിസിനസ് എൻറ്റിറ്റിയാണ്. കാരണം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിലാണ് ബിസിനസ്സിനെയും ബിസിനസ്സിൻ്റെ ഓണറെയും രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഓണർക്കുണ്ടാവുന്ന വ്യക്തിപരമായിട്ടുള്ള ചിലവുകളൊക്കെ അതൊന്നും ബിസിനസ്സിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ബിസിനസ്സിനെയും ബിസിനസ്സിൻ്റെ ഓണറെയും സെപ്പറേറ്റ് ആയിട്ട് കാണണം എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബിസിനസ് എൻറ്റിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഐഡൻറ്റിഫൈ ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ആ 2 ഓപ്ഷനിലും പറയുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? അസറ്റ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ പർച്ചേസ് പ്രൈസ്. അസറ്റ് രേഖപ്പെടുത്തുന്നത് അതിൻ്റെ പർച്ചേസ് പ്രൈസ് പ്രകാരമാണ്. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് പറയുന്നത്, പ്രിൻസിപ്പിളാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നാണ്. ഇനി ഓപ്ഷൻ ബി ആൾ ട്രാൻസാക്ഷൻ ഇൻ എ ബിസിനസ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ സം ഡോക്യുമെൻറ്റ്സ്. എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ബിസിനസ്സിലെ എല്ലാ ഇടപാടുകൾക്കും ഒരു ഡോക്യുമെൻ്റ്, ഒരു തെളിവുകൾ, രേഖകൾ ഉണ്ടായിരിക്കണം. അത് ഏത് കൺസെപ്റ്റിൽ പ്രകാരമാണ് പറയുന്നത്? വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2018 മാർച്ച് പബ്ലിക് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. റോയൽ ഫർണിച്ചർ റിസീവ്ഡ് ആൻ ഓർഡർ ഫോർ മേക്കിംഗ് ഡൈനിങ് ടേബിൾ ഓൺ 10th May 2017 and they complete the work on 15th July 2017. The dining table was delivered to the customer on 20th July 2017 and received the payment on 25th July 2017. In which date this transaction will be recorded in the books of Royal Furniture? Why? അപ്പോൾ ഈ ചോദ്യം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, റോയൽ ഫർണിച്ചറിന് ഡൈനിങ് ടേബിൾ ഉണ്ടാക്കാനുള്ള ഓർഡർ 10 May 2017 കിട്ടി. അവർ 15 July 2017 ആ ഡൈനിങ് ടേബിളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 20 July 2017 ആ ഡൈനിങ് ടേബിൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുത്തു. അതിൻ്റെ പണം കിട്ടിയത്, പേയ്മെൻറ്റ് കിട്ടിയത്, ഡൈനിങ് ടേബിളിൻ്റെ പേയ്മെൻറ്റ് റോയൽ ഫർണിച്ചറിന് കിട്ടിയത് 25 July 2017 ഇൻ വിച്ച് ഡേറ്റ് ദിസ് ട്രാൻസാക്ഷൻ വിൽ ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് റോയൽ ഫർണിച്ചർ. ഈ ഇടപാട്, ഈ ഡൈനിങ് ടേബിൾ കസ്റ്റമർക്ക് കൊടുത്ത ഈ ട്രാൻസാക്ഷൻ ഏത് തീയതി പ്രകാരമാണ് രേഖപ്പെടുത്തുക, ഏത് ഡേറ്റിലാണ് ഈ ഇടപാട് രേഖപ്പെടുത്തുക? അപ്പോൾ കുറച്ച് ഡേറ്റുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 10 May 2017 ഓർഡർ കിട്ടിയ ഡേറ്റ് തന്നിട്ടുണ്ട്. ആ വർക്ക്, ഈ ഡൈനിങ് ടേബിളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് 15 July 2017 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി ചെയ്ത ഡേറ്റും തന്നിട്ടുണ്ട്, 20 July 2017 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ് 25 July 2017 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റിൽ ഏത് ഡേറ്റ് പ്രകാരമാണ് നമ്മൾ ഈ ഇടപാട്, ഡൈനിങ് ടേബിൾ കസ്റ്റമർക്ക് കൊടുത്ത ഇടപാട് നമ്മൾ ഏത് തീയതി പ്രകാരമാണ് രേഖപ്പെടുത്തുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം വൈ എന്നും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഡേറ്റിൽ രേഖപ്പെടുത്താനുള്ള കാരണം നമ്മൾ പറയണം. അപ്പോൾ ഈ ഇടപാട് രേഖപ്പെടുത്തുക 20 July 2017 കാരണം അന്നാണ് കസ്റ്റമർക്ക് ഡൈനിങ് ടേബിൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, റവന്യൂ റിയലൈസേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്മൾ വരുമാനം കിട്ടിയത്, ഒരു ഇടപാട് നടന്നതായിട്ട് കണക്കാക്കേണ്ടത് ആ സാധനത്തിൻ്റെ, ആ ഗുഡ്സിൻ്റെ പൊസഷൻഷിപ്പ് ഡെലിവറി ചെയ്താൽ, കൈമാറിയാൽ നമ്മൾ ആ ഇടപാട് നടന്നതായിട്ട് അല്ലെങ്കിൽ വരുമാനം കിട്ടിയതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഈ ഇടപാട് രേഖപ്പെടുത്തുക 20 July 2017 രേഖപ്പെടുത്തുക. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2019 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യന് 2 ഓപ്ഷനിലാണ് ഉള്ളത്, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. ഈ 2 ഓപ്ഷൻ്റെ ഉത്തരം നമുക്ക് ചെയ്താലാണ് 2 മാർക്ക് കിട്ടുക.
അപ്പോൾ ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്, സ്റ്റേറ്റ് ദി കോൺസെപ്റ്റ് ഓഫ് ദി പോളിസി ഓഫ് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ആൾ പോസിബിൾ ലോസസ്. ഒരു കൺസെപ്റ്റ് പ്രകാരം, ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ലോസ് രേഖപ്പെടുത്താൻ കഴിയുന്നതും ആൻറ്റിസിപ്പേറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ സാധിക്കാത്തതും? അതായത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്നതും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ലാഭത്തെ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റാത്തതും അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരമാണ് അത് സാധ്യമാക്കുന്നത്. അതാണ് ഓപ്ഷൻ എയുടെ ഉത്തരം, കൺസർവേറ്റിസം എന്നാണ്. ഓപ്ഷൻ ബി, റെക്കമെൻഡ് എനി വൺ പ്രാക്ടീസ് ഓഫ് അപ്ലൈയിങ് ദിസ് കൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിങ്. ഈ കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരം നമ്മൾ രേഖപ്പെടുത്തുന്ന ഒരു ആൻറ്റിസിപ്പേറ്റ് ലോസിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുദാഹരണമാണ് ബാഡ് ഡെപ്റ്റ്, കിട്ടാക്കടം. സൺട്രി ഡെപ്റ്റേഴ്സിന് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ തുകയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാഡ് ഡെപ്റ്റ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് ഒരു ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ആണ്, അത് രേഖപ്പെടുത്തും. അപ്പോൾ ഓപ്ഷൻ ബിയുടെ ഉത്തരം ബാഡ് ഡെപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യന് 2019 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡ്യൂ ടു വിച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ദ ക്വാളിറ്റി ഓഫ് ദി മാനേജ്മെൻറ്റ് ടീം ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ ക്വാളിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കാൻ സാധിക്കാത്തത്, അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അത് സാധ്യമാവാത്തതിന് കാരണം മണി മെഷർമെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. കാരണം മണി മെഷർമെൻറ്റ് എന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റിൽ പറയുന്നത് എന്താ, പണമോ പണത്തിൻ്റെ മൂല്യമുള്ള ഇടപാടുകൾ മാത്രമേ നമുക്ക് രേഖപ്പെടുത്തുവാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ കാണിക്കുവാനും രേഖപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. മണി ഓർ മണീസ് വെർത്ത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ടീമിൻ്റെ ക്വാളിറ്റി ഒരു മണി അല്ലെങ്കിൽ മണി വെർത്തുള്ള ഒരു കാര്യമല്ല, പണമോ പണത്തിൻ്റെ മൂല്യമായിട്ടുള്ള ഒരു കാര്യമല്ല മാനേജ്മെൻറ്റ് ടീമിൻ്റെ ക്വാളിറ്റി. അത് രേഖപ്പെടുത്താൻ കഴിയില്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ ഇത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ മണി മെഷർമെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മണി മെഷർമെൻ്റ് ആണ്. അപ്പോൾ മണി മെഷർമെൻറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതുകയും വേണം നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യന് 2018 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓണർ ഓഫ് ദ ബിസിനസ് ഈസ് ഡാഷ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിൻ്റെ ഓണറെ ആരായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ സപ്ലയർ, ഓപ്ഷൻ ബി ക്രെഡിറ്റർ, ഓപ്ഷൻ സി ഡെപ്റ്റർ, ഓപ്ഷൻ ഡി ബോറോവർ. അപ്പോൾ നമുക്കറിയാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രെഡിറ്ററാണ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിൻ്റെ ഓണറെ നമ്മൾ ക്രെഡിറ്ററായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രെഡിറ്ററാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.